ഹായ് ഫ്രണ്ട്സ്, ടോറിട്ടപ്പോൾ പ്രിയ അമ്മ എവിടേക്ക് എത്തി പ്രിയ അമ്മ? എനിക്ക് ലേറ്റായി, ഞാൻ പോവാം പ്രിയ അമ്മ. പറഞ്ഞു കേട്ടമ്മ, എനിക്ക് ലേറ്റായി, എനിക്ക് പോയേ പറ്റൂ. ഇല്ല, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമമ്മ? പ്രിയ, ഷൂട്ടിങ് പോകണ്ടേ അമ്മ? എനിക്ക് ഷൂട്ടിങ് ടയർഡാമ്മ. പറഞ്ഞേക്കമ്മ, ഓരോന്ന് ആഡ് ചെയ്ത് ടയർഡായിമ്മോ. പറഞ്ഞു മനസ്സിലാക്ക്. ശരി പ്രിയ, ഷൂട്ടിങ്ങിന് ഓക്കെ. പ്രിയ, നെക്സ്റ്റ് പ്ലാൻ എന്ത് അമ്മ? പറഞ്ഞക്ക്. എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് അമ്മയോട് എത്ര പറയണം പ്രിയ? മാരേജ് എപ്പോൾ ചെയ്യാം അമ്മ? ഷൂട്ടിങ് പോകുന്ന പ്ലേസ് തന്നെ അമ്മ. എനിക്ക് ഷൂട്ടിങ് ചെയ്യാനൊരു ജോലിയുണ്ട്, എനിക്ക് പോകണം. അങ്ങനെ പ്രിയ അവിടുന്ന് അമ്മക്ക് വഴക്ക് പറഞ്ഞ് പോയി. അതെ, പ്രിയക്ക് ഡയറക്ടറാണ് അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് പ്രിയ. ആ ആ പ്രിയ എത്തി പ്രിയ. എന്ത് സർ? എത്തിയ സർ? എന്ത് പറ്റി? ഇല്ല, ഇവിടെ നോക്കൂടെ എന്താ പ്രശ്നം? എന്ത് പറ്റി പ്രിയ? എവിടെ നോക്ക് പ്രിയ, ഇത് സംഭവിച്ചത് നോക്ക്. എന്ത് പറ്റി? അതല്ലടി, ഷൂട്ടിങ് ചെയ്യാൻ വന്ന 2 ആക്ടേഴ്സ് വരെ വഴക്കുണ്ടാക്കാം. അതിന് എന്താ ചെയ്യാറില്ല. മേഡം നിങ്ങൾക്ക് എന്ത് പ്രശ്നം? മീര പറയാൻ തുടങ്ങി. എന്താ പ്രിയ ഇത്? നീ പറഞ്ഞ കൊണ്ടാണ് ഞാൻ ഷൂട്ടിങ്ങിൽ വന്നത്. അതുമാത്രമല്ല പ്രിയ, ഇവിടെ നോക്ക്. ഈ കുട്ടി നേരെ ചെയ്യുന്നില്ല. എത്ര പറ, എനിക്ക് ലേറ്റ് ഉണ്ട് പ്രിയ. ഈ കുട്ടിയോട് നേരെ ആഡ് ചെയ്യാൻ പറ. ആ ജോക്ക് സർ, ഈ പറഞ്ഞ കേട്ടു സർ, ഞാൻ നേരെ ആഡ് ചെയ്യില്ലേ. അയ്യോ, ഇവിടെ ഒരു വഴക്ക്. അപ്പോൾ ഹീറോയ്ക്ക് ടെൻഷൻ ആകാൻ തുടങ്ങി. എന്താ മേഡം, നിങ്ങൾ സർ ആഡ് ചെയ്യാൻ പറ സർ. അങ്ങനെ 2 പേരും ആഡ് ചെയ്യാൻ തുടങ്ങി. അതെ, ഹീറോയുടെ ഗേൾ പറഞ്ഞത് ശരിയായിരുന്നു സർ. ജോക്ക് സർ, നിങ്ങൾ കൊടുന്ന ആക്ടർ നേരെ ആഡ് ചെയ്യില്ല സർ. അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത്. എന്ത് വെച്ച് സർ? എടാ, ഇവൾ പറഞ്ഞത് ശരിയാ. ഇവൾ ആക്ടർ ആക്ടിങ് ചെയ്യുന്നില്ല. എന്താ ഇവൾ പുതിയ ആക്ടർ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇവിടെ പുതിയ ഏത് ഡ്രാമത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ആഡ് ചെയ്യുന്നത്. ഇല്ല സാർ, ഇത് അവൾക്ക് ഫസ്റ്റ്. അപ്പോൾ ആക്ടറല്ലോ? ഇല്ല സാർ, സൈഡ് റോൾ ആഡ് ചെയ്യുന്നതാണ്. ജോ പറഞ്ഞേക്കടാ, ഇവന് ഓൾറെഡി ഇവള് ഭയങ്കര ഫേമസ് ആക്ടറാണ്. ഇവളെ കൂടെ നേരെ ആഡ് ചെയ്യാൻ പറഞ്ഞു. എല്ലാം ക്യാൻസൽ ചെയ്യാം അതങ്ങനെ പറഞ്ഞു. അവൾക്ക് ടെൻഷൻ തുടങ്ങി. ജോ സർ, ഇവ പറഞ്ഞിട്ട് സർ, എനിക്ക് ആഡ് ചെയ്ത് പറ്റൂ. എനിക്ക് ഫേമസ് ആക്ടറാണോ? അങ്ങനെ പറഞ്ഞു. ഡയറക്ടർ ട്രാൻസ്ലേറ്റ് ഡയറക്ടർ പറഞ്ഞു. ഇവരൊരു ഓവർ ആക്ടിങ്, ക്യാൻസൽ. ഇവിടുന്ന് പോയിക്കൊണ്ട് ജോക്ക് ടെൻഷനായി. ജോ ആ ഗേൾ കൂടെ വിളിച്ചോണ്ട് പോയി. ഇപ്പോൾ ഡയറക്ടർക്ക് തല കൈ വെച്ച് പോയി. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും സർ? അതെ, ഒരു ഏഡാണ്, പരീക്ഷത്ത് ജോലിസിൻ്റെ വെച്ചിട്ടാണ്. അപ്പോൾ ആക്ടർ വരാൻ തുടങ്ങി. ജോ സർ, ഞാനൊരു ഐഡിയ പറയട്ടാ. പറഞ്ഞോ. എൻ്റെ കൂടെ പ്രിയ ആക്ടർ ആയിട്ട് ഇതൊരു പ്രിയ ഷോക്ക്. എന്താ മാം പറഞ്ഞത്? എൻ്റെ കൂടെ ആഡ് ചെയ്തു, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ ഡയറക്ടർ ഹാപ്പി. ഡയറക്ടർ ഓക്കെ പ്രിയ, നീ ഒരു ആഡ് സർ. ഞാനെങ്ങനെ സർ ആഡ് ചെയ്യാൻ പറ്റൂ? പ്ലീസ് സർ, പ്ലീസ് മാ, ഒരു ആഡ് ചെയ്യാൻ പറ്റുമോ? ശരി സർ. അങ്ങനെ പ്രിയക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ കുട്ടി അങ്ങനെ 2 പേര് ജോസിന് ആഡ് കുറിച്ച് ചെയ്തു. അതുകൊണ്ട് ഭയങ്കര കുറച്ച് ഫേമസ് ആവാൻ തുടങ്ങി ഹീറോയിൻ. അപ്പോൾ ഹീറോയ്ക്ക് ഒന്നും വൈഫ് വന്നു. ഹീറോയിൻ നോ, എനിക്ക് ഇൻട്രസ്റ്റ് എല്ലാം പറഞ്ഞാൽ അങ്ങനെ ആക്ടർക്കും ഹീറോയിനെ ഫ്രണ്ട്സ് മാറി. അങ്ങനെ ആക്ടർ പറയായിരുന്നു, ഇവളെൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇവൾ പരീക്ഷ ആഡ് ചെയ്തിട്ട് ഹീറോയിൻ മമ്മിക്ക് ഡാഡിക്ക് ഷോക്ക്. നീ അമ്മ എപ്പം ആഡ് ചെയ്യാൻ പോയാൽ? ഇല്ലമ്മ, അത് നടന്ന കാര്യം പറയാൻ തുടങ്ങി. അതുകൊണ്ട് ശരി, ഓക്കെ, പ്രശ്നമില്ലമ്മ. അത്ര നിൻ്റെ അച്ഛനക്ക് വയ്യ, അതുകൊണ്ട് കാശ് വേണമായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ശരിയമ്മ. എന്നിട്ട് ഹീറോയ്ക്ക് ആഡ് കൊടുത്തത് കുറച്ച് ആഡിൽ മാത്രം ഹീറോ ആഡ് ചെയ്തായിരുന്നു. അങ്ങനെ അങ്ങനെ ആ ഗേൾ അവിടുന്ന് തന്നെ കുറച്ച് ആഡ് മാത്രം ഹീറോ ആഡ് ചെയ്ത്, ബാക്കി ആഡിലൊന്നും ആഡ് ചെയ്യില്ല. അങ്ങനെ കുറച്ച് ഫേമസ് ആവാൻ തുടങ്ങി ഹീറോയിൻ. അത് മുതലല്ല പ്രിയ. എന്ന് പറ്റമ്മ? അതാ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടാ? ആരാ? പൂജ നട്ടു കൈ വെച്ചിട്ട്. അമ്മ, പൂജ ആണല്ലോ? അതെ, പൂജ. എന്തു പറ്റി മച്ചി?
ഒരു പ്രശ്നോടി. എന്താ? നടന്ന കാര്യം വരെ തുടങ്ങി. എന്താ പ്രശ്നം? എടി നമ്മൾ കോളേജ് റിയോണു പാർട്ടിടി. എന്ത്? കോളേജ് പാർട്ടിയാ? അതെ അതെ, റിയോണാ? അയ്യോ, ഞാൻ വരുന്നില്ലടി. എനിക്ക് ഓർമ്മ ഉണ്ട്, വന്നാൽ എന്ത് സംഭവിക്കും? അവർ ബുള്ളിങ് ചെയ്യും മച്ചി. നമുക്ക് ജോബ് പറഞ്ഞ് ഒന്നും സെറ്റില്ല മച്ചി. അതാണ് ഹീറോയിൻ പറയാൻ തുടങ്ങി. ഇസോക്കെടി. അങ്ങനെ പൂജ പറയുന്നു, സാരില്ലടി പ്രിയ, നമ്മ പോയിട്ട് വരാം. പ്രശ്നം എന്തുണ്ട്? ശരിടി. എവിടെടി പാർട്ടി? ഇല്ലടി, ഞങ്ങൾ പറഞ്ഞു കേട്ടോ. ശരി, ഓക്കെടി. അങ്ങനെ ആയിട്ട് പാർട്ടിക്ക് പോയി. അതെ, ഹീറോയിൻ പാർട്ടിക്ക് പോയിരുന്നു. പാർട്ടിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് പാർട്ടിയല്ല. അങ്ങനെ അതാ പ്രിയ വന്നു. ഹായ് പ്രിയ. ഹായ്. എന്താ പറ്റി? ഓ, നീ ഇപ്പോൾ ഫേമസ് ഒരു ആക്ടർമാരെ ആയില്ലേ? അതെന്താ? ഡാഡെല്ലാം സൂപ്പറായിട്ടുണ്ട്. അതിൽ കുറച്ച് ഗേൾസൊക്കെ കുറച്ച് കേടായിരുന്നു. ഇവളെ ചുമ്മാ വിടാൻ പാടില്ല. അവർ ഒരുമാതിരി നോക്കാൻ തുടങ്ങി. ശരി, ഓക്കെ. അതിലൊരു ഗേൾ പറയാൻ തുടങ്ങി, പ്രിയ, നമ്മൾ ട്രിപ്പ് പോവാടി. ട്രിപ്പാ? എന്തിനി? പ്രിയ, ട്രിപ്പ് പോവാ. അതെ, ഹീറോയെ കുറച്ച് ആലോചിച്ചൊക്കെ തുടങ്ങി. ട്രിപ്പാ? എടി, അതെങ്ങനെ ട്രിപ്പ് പോകാൻ പറ്റൂ? ഇല്ല, നമ്മൾ ട്രിപ്പ് പോവാ. ട്രിപ്പൊക്കെ പോയേ പറ്റൂ. എന്നിട്ട് ഹീറോയോട് പറയാൻ തുടങ്ങി. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയി. ട്രിപ്പാ? എവിടേക്കാ? കൊറിയക്ക്. കൊറിയ നാടാ? അതേ. അയ്യോ, പ്രിയ മറന്നുപോയോ? എടി, കൊറിയ 2 കൊറിയ ഉണ്ട്. അതിൽ ഏത് കൊറിയടി? ഹീറോയുടെ പറയാൻ തുടങ്ങി. കൊറിയക്ക് പോയി. ഹീറോയുടെ ഫ്രണ്ടിന് സന്തോഷമായി. എന്ത്? അവിടെ BTS മെമ്പർ ഉള്ളത്. എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ഹാപ്പി. ഹീറോയ്ക്ക് കൺഫ്യൂസ്. ഇത് ഞാനിവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഓ, ഐഡൽസ് BTS മെമ്പർ അവിടെ ഉള്ള പ്ലേസ് അല്ലേ ഉള്ളൂ. ഓ, അപ്പോൾ അവർ ഓട്ടിസം അവിടെ തന്നെ ഉണ്ടാവോ? ഹീറോ ആലോചിച്ചൊക്കെ തുടങ്ങി. ശരി, ഓക്കെ. ഏതോ ഒരു CEO പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരി, ഓക്കെ. ഇവരെവിടേക്ക് പോകുന്നില്ല, കൊറിയ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഗേൾസ് എല്ലാം പറയാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. നീ വാ. ഓക്കെ.